പ്രൈസ് ദി ലോർഡ്. കെന്റ് പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ആഭിമുഖ്യം നടന്ന സ്കിറ്റിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നല്ല ആത്മീയമായി പോകുന്നൊരു ഭവനത്തിലേക്ക് പിശാചി കടന്നു വരുന്നതും ആത്മീയം നഷ്ടപ്പെടുന്നതും പിന്നീട് അവർ തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് വരുന്നതാണ് ഇതിനർത്ഥം. നിങ്ങളേവരെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അത്ഭുത രോഗശാന്തിയും വചന പ്രഘോഷണവും ഈ വരുന്ന 29-ാം തീയതി മുതൽ ആരംഭിക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് ജാതി മത ഭേദമന്യേ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായ വടപുറ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് കാളവണ്ടിയിൽ തുടങ്ങി ഇന്ന് ബെൻസ് കാറിൽ എത്തിയ തോമാച്ചായന്റെ സാക്ഷ്യവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും അതിനുശേഷം സമ്പന്നതയുടെ സുവിശേഷവും പ്രസംഗം നടത്തപ്പെടുന്നു. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ വേദപുസ്തകം ചുമന്ന് സമൂഹത്തിലൂടെ നടക്കാൻ ലജ്ജയുള്ള യുവാക്കൾക്കായി സൗജന്യ ഐപാഡ് വിതരണവും നടക്കുന്നതാണ്. വരുവിൻ, അനുഗ്രഹിക്കപ്പെടുവിൻ. അത്ഭുത രോഗശാന്തിയും വചന പ്രഘോഷണ യോഗവും ഈ വരുന്ന 29-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. നീ ഇത് എവിടെ പോയി കിടക്കുക? നീ കേട്ടില്ലേ? അനൗൺസ്മെന്റ് കേട്ടില്ലേ? അവിടെ അത്ഭുത രോഗശാന്തിയും അതുപോലെ ഫ്രീ ആയി ഐപാഡ് വിതരണം ചെയ്യുന്നത്. എന്റെ അച്ഛാ, ഞാൻ അടുക്കളയിൽ ഇത്തിരി പണിയായിരുന്നു. അത് ഞാൻ പറയാനായിട്ട് മറന്നുപോയി. ഇന്നലെ 2-3 പേര് വന്ന് നോട്ടീസ് തന്നിട്ടാ പോയത്. എടി പൊട്ടി, ഇത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ നീ മറന്നു പോകും. അത് നേരത്തെ പറയണ്ടേ? എത്ര നാളായി ഞാനൊരു ഐപാഡിന് വേണ്ടി കഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നു. ഇത് നേരത്തെ പറയാം, നമുക്ക് പോകാൻ നാളെ ഐപാഡ് ഫ്രീ ആയിട്ട് കിട്ടൂലേ? എനിക്കറിഞ്ഞില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അതെ, വേറൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. എന്താ മോളെ? നമ്മുടെ സൂസിയുടെ കല്യാണമാണ്. ഉണ്ടല്ലോ, നാളെയല്ലേ? എനിക്കൊരു സാരി വേണം അച്ഛാ. എടി, കഴിഞ്ഞ ആഴ്ചയിൽ നിനക്കൊരു നല്ല സാരി ഞാൻ മേടിച്ചെന്നേ. എത്ര സാരി അടി സാരി കൊടുത്ത ദിവസവും കളറിനനുസരിച്ച് സാരി കൊടുക്കുന്നില്ലേ? ഇനി നിനക്ക് എന്തിനാ സാരി? എന്റെ അച്ഛ, അതൊക്കെ ഒന്ന് ഉടുത്ത് കഴിയുമ്പോ അതിന്റെ ഫാഷൻ അങ്ങ് പോയില്ലയോ? ഫാഷൻ തുറക്കാൻ എടി, അതൊക്കെ നിന്റെ അപ്പനോട് പറഞ്ഞു മേടിച്ചെന്നാ മതി. എനിക്ക് അതിനുള്ള കാശൊന്നും ഇല്ല അവിടെ. അച്ഛ, എന്നായാലും ഞാനൊരു സാരി മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ വടക്കേരിയിൽ എത്രയോ പാവപ്പെട്ട ദിവസന്മാർ അവിടെ കഷ്ടപ്പെടുന്നു. ഈ ഒരു സാരി മേടിക്കുന്ന കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അവിടെ എത്രയോ സുശലോല കിടക്കും. നീ എന്നും എടുത്ത് ഒരുങ്ങി നടന്ന ആര് കാണാനാ? ഞാൻ എന്നെക്കാൾക്കുള്ള ആരെങ്കിലും കാണാനുണ്ടോ നിന്നെ? അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്രാവശ്യത്തെ നമുക്ക് അങ്ങനെ ചെയ്യാം. നിനക്ക് നല്ല ബുദ്ധി തോന്നി. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ല, നന്നായി. 2 എണ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇതുവരെ അവന്മാരെ കണ്ടില്ലല്ലോ. ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കുക? നല്ല അടിച്ച് തെളിച്ച് വൃത്തിയുള്ള വീട്. ഇന്നിവിടെ ഒരു കലക്കണം. ഒന്നും കുളവാക്കാം. ഇവന്റെ അടുത്ത് അത്ര കേൾക്കുന്നില്ല. ഇവിടെ പിടിച്ചാൽ നടക്കും. ജനമോഹം വ്യാപരിക്കട്ടെ. സമയം ഇതേപ്പോ 8:30 8 മണിയായില്ല സമയം. എടി ശോശാമേ, ഇത് പ്രാർത്ഥിക്കണ്ടേ ഇവിടെ? നീ ഇവിടെ എന്നെടുക്കുവാ? ഇത്ര നേരം അടുക്കളയിൽ എന്നെടുക്കുവാ? എത്ര നേരം? അച്ഛാ, ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴേ ചിന്തിച്ച അടുത്ത പ്രാവശ്യത്തെ സാരിയുടെ പൈസ നമുക്ക് ബീഹാറിന് അയച്ചു കൊടുക്കാം. എടി, ആദ്യം ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കുക, എന്നിട്ട് നീ സാരി കൊടുത്താൽ മതി. ഇല്ല അച്ഛാ, അത് ശരിയാവൂല. ഞാൻ സൂസിയുടെ അടുത്ത് പറയുകയും ചെയ്തു, പുതിയ സാരി അടി ഞാൻ എടുത്തിട്ട് വരുന്നു. നിനക്കുള്ള സാരി നീ അലക്കി തേച്ചിനെ കൊടുത്താൽ മതി. ഇപ്പൊ അങ്ങനെ പോയാൽ മതി. നടക്കൂല അച്ഛാ. എടി, എൻ്റെ അതിനുള്ള കാശൊന്നുമില്ല. നീ വലിയ വീട്ടിലാന്ന് ഓർത്തത്. എൻ്റെ അതിനുള്ള കാശൊന്നും, എനിക്ക് അതിനുള്ള സാലറി കിട്ടുന്നുള്ളൂ. അച്ഛനൊരു കാര്യം അറിയോ? എൻ്റെ അപ്പച്ചൻ എല്ലാ ഫാഷൻ അനുസരിച്ച് എനിക്ക് ഉടുപ്പ് മേടിച്ചിരുമായിരുന്നു. നിങ്ങളുടെ കൂടെ എന്ന് കൂടിയോ എന്റെ പരിപാടി തീർന്നു. എടി, അത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. നിന്റെ അപ്പച്ചൻ നിന്നെ നിലത്തും വയ്ക്കാതെ മുകളിൽ വെച്ചോണ്ട് നടന്നത് കൊണ്ടാണ് മനുഷ്യന് കുടുംബം എന്താണ്, കുഞ്ഞുങ്ങൾ എന്നാണ്, എങ്ങനെയാണ് വസിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ പെൺമക്കളുണ്ടെങ്കിൽ അവരെ നോക്കാതെ വിട്ടു കഴിഞ്ഞാൽ, കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്.
അച്ഛാ എല്ലാം സഹിക്കാം. എന്റെ അപ്പനെ എങ്ങാനും പറഞ്ഞ എടി നിന്റെ അപ്പനെ ആർക്കാ ഈ ഇവിടെ ഇരിക്കുന്ന ആർക്കാ നിന്റെ അപ്പൻ അറിയാവുന്നത്? പണ്ട് കാളവണ്ടിക്കാരനല്ലായിരുന്നു നിന്റെ അപ്പൻ. ആ കാളവണ്ടി നല്ലടി ഇത്ര എങ്ങനെ നിന്റെ അപ്പൻ പൈസ ഉണ്ടാക്കിയേ? നല്ല രീതിയിലാണോ പൈസ ഉണ്ടാക്കിയേ? അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ വന്നു പോയത്. നിങ്ങളെ കെട്ടിയ കാലത്ത് എന്റെ അപ്പൻ കാളവണ്ടിക്കാരനാ? അതെ, അന്ന് നിന്റെ അപ്പം പണ്ട് കാളവണ്ടിക്കാരനല്ലായിരുന്നോ? മനുഷ്യ എന്നെ കൊണ്ട് വാതൊന്ന് പറയിപ്പിക്കരുതൊന്നും. നീ വാറത് എന്നാ പറയുന്നത്? എല്ലാരും കേക്കട്ടെ, എല്ലാരും കേട്ടോ. എന്റെ കെട്ടികളുടെ തനി നിറം എല്ലാരും ഒന്ന് കേക്കട്ടെ, പറയടി. നിങ്ങൾ എന്റെ പുറകെ നടന്ന് ബംഗ്ലാവുണ്ട്, കാറുണ്ട്, വേലക്കാരുണ്ട്, കുന്തമുണ്ട്, കുടച്ചക്രമുണ്ട്. ഒരു കുന്തമില്ല ഈ മനുഷ്യന്റെ കയ്യിൽ ഇപ്പൊ. എടി അതാടി ആണുങ്ങളെ കഴിവ്. നിന്നെയൊക്കെ വളയ്ക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ള. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതൊക്കെയായാലും നിന്നെ കെട്ടിച്ചെന്ന് തന്നെ, അയ്യോ നിന്നെ കെട്ടി അന്ന് മുതൽ ഞാനിത് വഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കുഴപ്പമായില്ലേ? ആദ്യത്തെ പോലെയാണോ? അന്നൊക്കെ നീ എത്ര നല്ലവളായിരുന്നു. ഇപ്പോഴല്ലേ നിന്റെ സ്വഭാവത്തിൽ നിന്റെ തനിതരം അന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ കെട്ടൂലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കൊള്ളാണ്ടായി. ഞാന് ഈ കുടുംബത്തിന് വേണ്ടി എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവന്മാർക്കെല്ലാം ഭക്ഷണം വെച്ച് ഈ മനുഷ്യനടക്കം 2 കാള പോലത്തെ പിള്ളേരുണ്ട്. അവന്മാർക്ക് ഞാൻ കുക്ക് ചെയ്ത് മടുത്ത്. ഞാൻ ഈ ജീവിതം തന്നെ മടുത്ത്. കർത്താവേ, എനിക്ക് ഇതാണോ ഗതി? നീ പിന്നെ എന്നാന്ന് ഓർത്തോളാം നീ കുടുംബത്തിലേക്ക് വന്നത്. മക്കളുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഇവർക്കെല്ലാം വെക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യണം. അതാണ് ഒരു കുടുംബം. ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിച്ച് മടുത്ത്. ഞാൻ എന്റെ അപ്പച്ചന്റെ വീട്ടിൽ പോവുക. നീ പൊക്കോ, അതാ ഏറ്റവും നല്ലത്. ഞാൻ എന്തെന്നാ എനിക്ക് വേറൊരു പെണ്ണ് കിട്ടാലോ? നിങ്ങൾ ഇനി ഞാൻ വരാനായിട്ട് ബോധിക്കും. കണ്ടോ, ഞാൻ പോകും എന്റെ വീട്ടിലേക്ക്. പോ. രണ്ടാമന്മാരും കൂടെ വന്നാൽ റെഡിയാവും. ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. കരച്ചിട്ടിയല്ലേ കിടക്കുന്നത്? ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോയ വീടല്ലേ ഇത്. തീർച്ചയായിട്ടും എന്തോ സംബന്ധിച്ചു. മമ്മി, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ മാം? ഒരു അത്യാവശ്യം എനിക്ക് ഹെൽമെറ്റിന്റെ 2 കയറ് മുറിക്കാത്ത പോയിരുന്നോണം. ഇന്ന് ഒരു ഭക്ഷണമില്ല, ഒരു സാധനമില്ല ഇവിടെ. തീർച്ചയായിട്ടും പറഞ്ഞു. ഒന്നും തരുന്നില്ല. നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തരില്ല. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വിശപ്പിന്റെ ഭ്രാന്താ. എന്റെ അമ്മയുടെ സ്വഭാവമല്ലേ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് എങ്ങനെ എടാ ഇറക്കാം. എന്നെ ചൂട് പിടിപ്പിക്കാതെ നീ നിന്റെ പെരക്കാത്ത കേൾപ്പോ. എടി ഇത് എത്ര ശരിയാടി. മത്തം കുമ്പളം മുളക്കി ഓടി കലക്കി ഒരുവിധം സമാധാനം കളഞ്ഞു. ഒരാഴ്ചയായി നീ ഐപാഡോട് നടക്കാൻ തുടങ്ങിയിട്ട്. ബർത്ത്ഡേക്ക് നമുക്ക് 2 പേർക്കും വാങ്ങിച്ചു തന്ന ഐപാഡ് അത് സൂക്ഷിക്കണം. എന്റെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചു ചോദിക്കും. ഒരാഴ്ചയാണ് ഞാൻ ലോഗ് ഔട്ടാ. എന്റെ സ്കൈപ്പ്, വാട്സാപ്പ്, വൈബർ എല്ലാം വിഷയമായിട്ട് കിടക്കോ. പിന്നെ നീ തരുന്നുണ്ടോ ഇല്ലയോ? മമ്മി 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 ഇവന്മാര് മോളൂരിലായിട്ട് പോയിട്ട് കാണുന്നില്ലല്ലോ. നോക്കിയിട്ട് വരാം. പിന്നെ നീ തരുന്നുണ്ടോ? പിന്നെ എടാ എന്തോ വേണം? എനിക്ക് ആഹാരം ഇല്ലെങ്കിലും മമ്മിക്ക് അറിയാലോ. ഞാനൊന്നും പറയത്തില്ല. പക്ഷെ ഒരാഴ്ചയാണ് ഫേസ്ബുക്കിൽ ലോഗൗട്ടാ, വാട്സപ്പ് ഫ്രണ്ട്സ് ഇതെല്ലാം മൊത്തം മുടങ്ങി കിടക്കുക. മമ്മി ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. എടാ നീയൊക്കെ ഇതുകൊണ്ടാണോ ജീവിക്കുന്നത്? മമ്മി കഞ്ഞി തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ലോഗൗട്ടാ. എനിക്ക് ഇതിൽ ഒരു വിടുതൽ വേണം. മമ്മി എന്തെങ്കിലും ചെയ്യണം. കൊടുത്തടാ അവന്. എടാ അവനൊരു പാവല്ലേടാ. കൊടുക്കടാ. എടാ നിന്റെ ഗേൾ ഫ്രണ്ട് കൊടുക്കടാ. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഭൂലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, എനിക്കെന്തോ പറ്റിയത്? ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ അച്ചായൻ്റെ അടുത്ത്. പിള്ളേരുടെ അടുത്തും ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിയോ? കർത്താവെ ക്ഷമിക്കണേ. ദൈവമേ ക്ഷമിക്കണേ.
അച്ചായൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കാം, പുള്ളി അങ്ങനെ കണ്ടു. അച്ഛാ, അച്ഛാ. ഓടി, നീ എന്നോട് മിണ്ടുവോ വേണ്ട, നീ എന്നോട് സഹകരിക്കും വേണ്ട, ഒന്നും വേണ്ട. ഇന്നത്തെ കൊണ്ട് നമ്മളെ പരിപാടിയെല്ലാം നിർത്തി പൊക്കെ പോയാട്ടെ. അച്ഛാ, എനിക്ക് തെറ്റ് പറ്റിയതാ അച്ഛാ. ഇത് ഇന്ന് ആദ്യമായിട്ടാണ് പറ്റിയത്. പല പ്രാവശ്യവും ഇങ്ങനെ തെറ്റ് പറ്റിയതല്ലേ നിനക്ക്? അന്നെല്ലാം നീ ഇതുപോലെ വന്നിട്ട് കച്ചാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി മേലെ നീ എന്നോട് മിണ്ടണ്ട, പൊക്കോ. അച്ഛാ, ഇത് ശരിക്കും ക്ഷമ പറയോ അച്ഛാ? നിന്നെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, ഇത് ശരിക്കും ക്ഷമ പറയോ അച്ഛാ? നിന്നെ എനിക്ക് എത്ര നാളായിട്ട് അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് നിന്നെ നല്ലോണം അറിയാവുന്നതല്ലേ. ഇത് തന്നെ നീ നാളെയും കാണിക്കും. മോളെ മോളെ കരയുന്ന നീ, ഞാനും തെറ്റ് ചെയ്തല്ലേ. അച്ഛാ ക്ഷമിച്ചോ? ഞാൻ ക്ഷമിച്ചു, മുഴുവൻ ക്ഷമിച്ചു. ആണോ? അത് നമുക്ക് നമ്മുടെ പിള്ളേരെ വിളിച്ചാലോ പ്രാർത്ഥിക്കാൻ? നമുക്ക് നമ്മുടെ പിള്ളേരെ വിളിക്കാം. നമുക്ക് രണ്ടുപേർക്കും നമുക്ക് തെറ്റുപറ്റില്ലേ, അതൊക്കെ നമുക്ക് ക്ഷമിച്ച് ഇനി നല്ലൊരു പുതിയ ജീവിതം നമ്മൾ പിള്ളേരെ ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ട സമയം നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വഴക്കുണ്ടാകാൻ പറ്റിയത്. പിള്ളേരെ വിളിക്കാം. മോനെ, മക്കളെ, ബാബാ വന്നേ, വിളിച്ചു മോനെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എന്നാ മോനെ കാര്യം ചെയ്യാവോ? മോനൊരു പാട്ട് പഠിക്കും. മോൻ നല്ലോണം പാടാറിയാലോ. മോന് പാടാറിയാലോ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയാലോ, ഞാൻ ന്യൂ ജനറേഷനാണ്. നീ ന്യൂ ജനറേഷൻ ആണെങ്കിൽ എന്റെ മോനല്ലേ നീ? എനിക്ക് നിന്നെ നല്ലോണം അറിയാം. അതുകൊണ്ട് നോ, എന്നെ ഹേർട്ട് ചെയ്യാതെ ഞാൻ പാട്ട് പാടാൻ പോകില്ല. ഒരുമിച്ചൊരു പാട്ട് പാടാം നമുക്ക്. ദൈവത്തെ സ്തുതിക്കാലോ. നമ്മുടെ റെഡി, 1 2 3 സ്റ്റാർട്ട്. വന്ദന മെസ്സിപ്പര ഇതെല്ലാ പാട്ടാണ് നീ പാടുന്നത്. എന്നാ ന്യൂ ജനറേഷൻ. നമ്മുടെ പിതാക്കന്മാര് വളരെ കഷ്ടപ്പെട്ട് വളരെ നിന്റെ വീരാട്ടമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇങ്ങനെയല്ല പാട്ട് പാടുന്നത്. ഇതെന്നാണ് ദൈവത്തെ പോലും തുള്ളിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ട്. നൃത്തം ചെയ്തപ്പോഴാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. നിക്ക്, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പിതാക്കന്മാര് പാടിയ ഒരു ട്യൂണുണ്ട്. ആ ട്യൂണിൽ നമ്മൾ പാടിയാൽ മതി. ഓക്കെ, വളരെ ചന്ദ്രൻ ഇങ്ങനെ പാടി കേട്ടോ. ഒന്ന് പാടി കൊടുക്കാം കേട്ടോ. കേട്ടോ, നന്നായി പാടും കേട്ടോ. പാടിത്തരാം, നിങ്ങൾക്ക് അറിയില്ല അത്. പഠിക്കട്ടോ. വന്ദന വിശുപാര പാസ്റ്ററിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിപ്പോ നാക്കടുത്ത് വായിലേക്ക് ഇട്ടുള്ളൂ. ഞങ്ങള് സന്തോഷായിരിക്കുന്നു. ഞങ്ങൾ അല്ല കസ്മേ, ഒരു വഴക്കൊന്നുമില്ല. വെറുതെ വന്നാണോ അതോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാണോ? അതെ, സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പം നിങ്ങളുടെ ഭവനത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉള്ളതുപോലെ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. എന്തോ ഒരു അസ്വസ്ഥത നിങ്ങൾ നേരിടുന്ന പോലെ ദൈവാത്മാവ് എന്നെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്നോട് നിങ്ങൾ പൂർണ്ണമായിട്ട് പറയണ്ട. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ചർച്ച് മെമ്പേഴ്സ് ആയത് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കണം, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എങ്ങനെയുണ്ട് ആത്മീയമായ? മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അല്ല, നീരോട്ടമുള്ള എങ്ങോട്ടേലും പോകാം. ഞാൻ പറയും, എന്നെ നിർബന്ധം. ഞാൻ ഫാസ്റ്റായി കിടക്കുന്ന രാവിലെ പൊട്ടിച്ചയാ. സത്യം ഞാൻ പറയും. പോരാട്ടം ജഡരത്നങ്ങളോടല്ല. അത് ഞാൻ ഓർത്തിട്ടാ ഞാൻ സമാധാനിക്കുന്നു. ഇവരല്ല ചെയ്യുന്ന ഫാസ്റ്റ്. ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളാണ് ഈ ഭവനത്തിന്റെ കുടുംബനാഥൻ. നിങ്ങൾ കുടുംബനാഥാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളും.
മുമ്പോട്ട് വരുന്നത്. നിങ്ങളെ കണ്ട് നിങ്ങളുടെ മാതൃകയായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ദയവേത് നിങ്ങൾ വീട്ടിലെ വഴക്ക് നിർത്തി സ്നേഹത്തോടെ പെരുമാറുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പെരുമാറും. അത് സാരമില്ല, അതൊക്കെ അങ്ങനെയൊക്കെയാ. ഡാഡി മമ്മിയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. കുഞ്ഞുങ്ങളെ ഇതല്ല നിങ്ങളുടെ ജീവിതം. പിന്നെന്താ പാസ്റ്റർ? ഇത് വേണം. എന്നാലും ഇതെന്താണെന്നറിയാമോ? വിശുദ്ധ വേദം. ഇത് വായിച്ച് നിങ്ങൾ വളരണം. പറഞ്ഞു കൊടുക്കുക പാസ്റ്റർ, പറഞ്ഞു കൊടുക്കുക. ഈ വചനം എങ്ങനെ നിങ്ങൾ വായിക്കുന്നു, എങ്ങനെ നിങ്ങൾ ധ്യാനിക്കുന്നു, അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു യേശു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പപ്പായുടെ മമ്മിയുടെ എഴുതുന്ന യേശുവിനെ കുറിച്ച്. ആ യേശുവിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയാം. അവൻ നമുക്ക് വേണ്ടി കാൽവരി രക്തം ചിന്തിയതാണ്, നമ്മളുടെ രക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ മാർഗത്തിൽ, യേശുവിന്റെ സ്വഭാവം നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ വിട്ടുമടക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭാവി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പാസ്റ്റർ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്നില്ലേ? നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. മകളെ കണ്ണടിച്ച് നല്ല കേട്ടോ, സത്യമായിട്ടും. അതുപോലെ മോനെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനൊന്നും അല്ല, ഇതൊക്കെ ഒന്ന് മാറ്റും, സൈഡിലോട്ടൊക്കെ ചെയ്യുകയും പറഞ്ഞു തരും. കിളിക്കൂടാ പാസ്റ്റർ? ഇതൊക്കെ മാറും. നമ്മുടെ ദൈവത്തെ ആ കാര്യം ഞാൻ വിളിച്ചില്ല പാസ്റ്റർ. നമ്മൾ വചനം എങ്ങനെ വായിക്കുന്നു അങ്ങനെ ഇരിക്കും നമ്മുടെ സ്വഭാവം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കഥാവേ, ഈ കുടുംബത്തെ കഥാവേ നിന്റെ കരുത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമേ, അടിയനെ ഇവിടെ നീ വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൽ വരുവാനും ഇവരോട് അല്പസമയം കഥാവേ നിന്റെ വചനം ഷെയർ ചെയ്യാനും കിട്ടിയ അവസരത്തിനായി സ്തോത്രം. പ്രിയ ജോർച്ചാനെ, ശ്വശാൻ ചേർത്തിയെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവരെ നിന്റെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറുന്ന നാമത്തിൽ തന്നെ. ഇങ്ങനെയാണ് പിശാച് അനേകരുടെ ഭവനങ്ങളിൽ പ്രവേശിച്ച് അവരുടെ ആത്മീയ ജീവിതം കെടുത്തിക്കളയുന്നത്. പിശാചിന് അനേക തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പ്രദർശിപ്പിച്ചത്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ.